എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമുക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു ജോലി നേടിയെടുക്കാനുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കൃത്യമായ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഏത് ഇയർ പഠിക്കുന്നവരായാലും നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ജോലിയെ പറ്റി കേരളത്തിലുള്ള ആളുകൾക്ക് അത്രത്തോളം ധാരണയില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ റെയിൽവേ എക്സാമുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും SSC പരീക്ഷകളെ കുറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാതാപിതാക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. അവർക്ക് പഠനത്തോടൊപ്പം അവർക്ക് പഠനം കഴിയുന്നതോടുകൂടി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷനെ കുറിച്ചാണ് ഞാൻ കൃത്യമായി ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയട്ടെ. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പരീക്ഷകളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്ന്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഞാൻ അതിൻ്റെ എക്സാമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, റെയിൽവേയിലെ അവസരങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും. റെയിൽവേയിൽ ഇന്ന പോസ്റ്റുകളുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, TT ഉണ്ട്, അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾ നടത്തുന്ന UPSC എന്ന് പറയുന്ന ഒരു ബോഡിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷകൾ നടത്തുന്ന ഒരു ഏജൻസിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും അറിയാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഏജൻസിയാണ് SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. റെയിൽവേയുടെ പരീക്ഷകൾ നടത്തുന്ന ബോർഡാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇവർ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും ഈ പരീക്ഷകളിലേക്കുള്ള പ്രിപ്പറേഷൻസും എങ്ങനെയാവണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതലും നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCയുടെ പരീക്ഷകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിലുള്ള ആളുകൾ കൂടുതലും കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാഫ് സെലക്ഷന്റെ സൈഡിൽ നിന്നും റെയിൽവേയുടെ സൈഡിൽ നിന്നും ഓരോ വർഷവും രണ്ടും കൂടെ ചേർത്ത് 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പഠിച്ചു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഏജും മറ്റു കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ അറിയാത്തവർക്ക് ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ 2 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും. ആദ്യം, എന്താണ് SSC പരീക്ഷകൾ? SSC പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്, ഡിഗ്രി ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്, 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലപ്പോഴും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ രീതി എന്താ? പലപ്പോഴും നമ്മൾ PSC എക്സാംസിന് പോലും പ്രിപ്പയർ ചെയ്യുന്നത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഒരു 25 വയസ്സ് 24 വയസ്സൊക്കെ ആയിട്ടാണ് പല ആളുകളും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ SSC പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പരീക്ഷകൾക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് വെളിയിലുള്ള ആളുകളൊക്കെ പഠിക്കുന്ന അവരുടെ പഠനത്തോടൊപ്പം തന്നെ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമി ഒരു വലിയ മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ SSC പരീക്ഷകളെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാകണം നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷകൾ എഴുതാൻ പറ്റും. CGL എന്ന് പറയുന്ന പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ് കേട്ടോ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് പറ്റുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഡിഗ്രി 2nd ഇയറോ 3rd ഇയറോ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് CGL എന്ന് പറയുന്ന പരീക്ഷ എഴുതാം. ഇതിന്റെ അട്രാക്ഷൻ എന്താണ്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതിന്റെ ഒരു ഏജ് വരുന്നത് ഒരു 31 വരെയാണ് ഏജ് വരുന്നത്. മാക്സിമം ഏജ് 31 വയസ്സ് വരെയാണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഒരു സാലറി സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പോലും ഒരു 75,000 റുപ്പീസ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ കയറുന്ന ആൾക്ക് പോലും 50,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. അപ്പോഴാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി. അപ്പോൾ ഒരു അറൗണ്ട് 2.5 lakhs 3 lakhs ഒക്കെ നമ്മുടെ റിട്ടയർമെന്റ് ടൈം ആകുമ്പോഴത്തേക്ക് പുതിയ 2026 8th പേ കമ്മീഷൻ വരുമ്പോൾ ഇത് മാറി നേരെ എവിടേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ 1 lakh എന്നുള്ള
എയ്ത്ത് പേയിലേക്ക് എത്തുമ്പോഴത്തേക്ക് വരാൻ പോവാണ്. അതായത് 2026 കൂടിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും അട്രാക്റ്റീവ് പോസ്റ്റാണ് CGL. അപ്പൊ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതി നേടിയെടുക്കാൻ സാധിക്കത്തില്ലേ? CHSLന്റെ ക്വാളിഫിക്കേഷൻ എന്താ? +2 ആണ് ക്വാളിഫിക്കേഷൻ. MTS എന്ന് പറഞ്ഞ പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്താ? 10th ആണ് ക്വാളിഫിക്കേഷൻ. ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ്? ഈ എക്സാമുകൾക്കൊക്കെ ഒരു ബിലോ 27 ആണ് ഏജ് ലിമിറ്റ് വരേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു. സാലറി സ്കെയില് MDS എക്സാമുകൾക്ക് പോലും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകൾക്ക് പോലും ഇപ്പോൾ 30 to 35,000 സാലറി ഉണ്ട്. 8th പേ വരുമ്പം അതൊരു 45 to 50 എന്ന് പറയുന്ന മിനിമം സ്കെയിൽ സാലറി പോലും പോകുന്നുണ്ട്. ഇനി GD എന്ന് പറയുന്നത് 10th ആണ് ക്വാളിഫിക്കേഷൻ. CPO എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. ഇനി നിങ്ങൾ ചോദിക്കും എന്താണ് ഈ GD എക്സാം? SSC GD എന്ന് വെച്ചാൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജനറൽ ഡ്യൂട്ടി പോലീസ് ഫോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അതായത് കേന്ദ്ര സേനകളിലേക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് SSC GD. SSC CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്നാണ് പറയുന്നത്. SSC CGL എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന. SSC CHSL എന്ന് വെച്ചാൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്നാണ്. SSC MDS മൾട്ടിപ്പിൾ ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. SSC GD എന്ന് വെച്ചാൽ ജനറൽ ഡ്യൂട്ടി എന്നാണ്. SSC CPO എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓഫീസർ ഡിഗ്രി ആണ്. സ്റ്റെനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th+ നിങ്ങൾക്ക് എന്ത് വേണം? സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റെനോഗ്രഫി പഠിച്ചിരിക്കണം. സ്റ്റെനോഗ്രഫിയെ കുറിച്ചുള്ള നോളജ് ആണ് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വർഷവും, അതായത് എവരി ഇയർ, എല്ലാ ഇയറിലും എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് എല്ലാ വർഷവും നടത്തുന്ന, എല്ലാ വർഷവും നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യം തന്നെ എക്സാമിന്റെ കലണ്ടർ കൃത്യമായി പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വർഷവും നടത്തുന്ന പരീക്ഷ. ഒരു വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ +2 വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കും, നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ദിശ അക്കാഡമി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡ് ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യാണ്. വീക്കെൻഡ് ബാച്ചിന്റെ പ്രത്യേകത എന്താ? വീക്കെൻഡ് ബാച്ചിന്റെ ഒപ്പം നിങ്ങൾക്ക് ദിശ അക്കാഡമി ഓഫ്ലൈൻ ആയിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ലാസ്സുകൾ തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ആക്സസ്, ഒരു ഹൈബ്രിഡ് കോഴ്സ് തരുന്നു. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ നിങ്ങൾക്ക് പാരലായിട്ട് നിങ്ങളുടെ ഡിഗ്രിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഈ വരുന്ന ജൂൺ 14 മുതൽ, ജൂൺ 14, ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ജൂൺ 14 മുതൽ ദിശയുടെ കൊട്ടാരക്കര, ട്രിവാൻഡ്രം ബ്രാഞ്ചുകളിൽ പുതിയ വീക്കെൻഡ് ബാച്ചുകൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മുടെ മറ്റ് ബ്രാഞ്ചുകൾ, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, കൊല്ലം ബ്രാഞ്ചുകൾ ജൂലൈ 1st വീക്ക് തന്നെ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ഡിഗ്രിയോടൊപ്പം +2വിനോടൊപ്പം നിങ്ങൾക്ക് വീക്കെൻഡ്, ഇനി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വീക്കെൻഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ 14 എന്ന് പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് SSC എക്സാമുകൾക്ക് വേണ്ടി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു 10 ക്വാളിഫിക്കേഷനുള്ള 18 വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയേറെ പരീക്ഷകൾ, എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷകൾ, മുന്നേ കലണ്ടർ തന്ന് എല്ലാ വർഷവും, ആ വർഷം തന്നെ സെലക്ഷൻസ് നടക്കുന്ന പരീക്ഷ. ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ തന്നെ കഴിഞ്ഞ ജൂണിലൊക്കെ ജോയിൻ ചെയ്ത് ഈ മെയിൽ ജോലിക്ക് കയറിയ ആളുകളുണ്ട്. ഒരു വർഷം പോലും തികച്ചെടുത്തിട്ടില്ല, 11 മാസത്തിനുള്ളിൽ ജോലിക്ക് കയറിയ ആളുകളുണ്ട്. എവിടെ കിട്ടുവിടെ ഈ ആനുകൂല്യം? ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോരെ ദിശയുടെ 5 ബ്രാഞ്ചുകളിൽ എവിടെ ചെന്നാലും കൃത്യമായ കൗൺസിലിംഗ് നിങ്ങൾക്ക് തരും പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി ഓൺലൈനായിട്ട് മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശയുടെ ഓൺലൈൻ ബാച്ചുകളിലൂടെ പഠിക്കാം. ഇനി ഓൺലൈൻ മാത്രം പോരാ, നമുക്കൊരു ഓഫ്ലൈൻ സപ്പോർട്ട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വീക്കെൻഡ് ബാച്ചുകളുടെ സൗകര്യം പ്രയോജനപ്പെടുത്താം. SSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് വരുന്ന മറ്റൊരു എക്സാം ആണ് എന്തെന്ന് പറയുന്ന RRB NTPC. മക്കളെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? +2ഉം ഡിഗ്രിയും ഉള്ളവർക്ക് NTPC എന്ന് വെച്ചാൽ എന്താ? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം ആണ് റെയിൽവേയുടെ RRB NTPC. +2 ഡിഗ്രി ആണ്. ഇതിന്റെ ഏജ് വരുന്നത് 33 ആണ് മക്കളെ. 33 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഏജ് നിങ്ങൾ എന്തിന് ഇച്ചിരിയും കൂടെ കൂടുതലുണ്ട്, റെയിൽവേ എക്സാംസിന് കുറച്ചുകൂടി ഏജ് ഉണ്ട്. ഗ്രൂപ്പ് D മക്കളെ 10th ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയാ. ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ITI ഓർ ഡിപ്ലോമ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രെയിൻ ഓടിക്കുന്ന ആളുകളാണ് കേട്ടോ. ഡിപ്ലോമ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ എന്താണ്, ITI ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. RRB, JEE, ഡിപ്ലോമ, JEE എന്ന് വെച്ചാൽ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്ലോമ ബിടെക് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് കേട്ടോ. അതുപോലെ തന്നെ RPF എന്ന് വെച്ചാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. 10th ഡിഗ്രി ഉള്ളവർക്ക് SI പോസ്റ്റുകളുമുണ്ട്. ഇതെല്ലാം എന്താ, റെയിൽവേയും എല്ലാ വർഷവും പരീക്ഷ നടത്താനായിട്ട് പോവുകയാണ്. ഈ ഒരു ഓപ്പണിംഗ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ SSCയുടെ സൈഡിൽ നിങ്ങൾ പറ, SSCയുടെ സൈഡിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട്? ഞാൻ പറയും 1 ലക്ഷത്തോളം വേക്കൻസി എല്ലാ വർഷവും ഈ ഒരു സൈഡിൽ നിന്നുണ്ട്. ടോട്ടൽ വേക്കൻസിയാണ് ഞാൻ പറഞ്ഞത്. CGLൽ നിന്ന് ഒരു 30,000-ഓളം വേക്കൻസി, MTSൽ നിന്ന് ഒരു 30,000-ഓളം വേക്കൻസി, GDയിൽ നിന്ന് ഒരു 30,000-ഓളം വേക്കൻസി, എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസി SSCയുടെ സൈഡിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ സൈഡിൽ നിന്നും 1 ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസികളാണ് എന്ത് വരുന്നത്, എല്ലാ വർഷവും വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ, ഏകദേശം 2 ലക്ഷത്തോളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, എക്സെട്ര, ഇങ്ങനെ പല എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് പഠിക്കാം. ഇനി ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങളുടെ പഠനത്തിനൊപ്പം ഒരു നിശ്ചിത സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം എക്സാംസിന് വേണ്ടി മാറ്റിവെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും വിലപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾ മാതാപിതാക്കളോ നിങ്ങൾ വിദ്യാർത്ഥികളോ ഒക്കെ കാണുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൃത്യമായിട്ട് ഈ അവസരത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരൊരു നിശ്ചിത സമയത്തിൽ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അവരുടെ കോഴ്സ് കഴിയുന്നതിനോടൊപ്പം തന്നെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരം മിസ് ചെയ്യരുത്. ഏതാണ് CGL കമ്പൈൻഡ് ഡിഗ്രി കഴിഞ്ഞവരുടെ പോസ്റ്റുകൾ നിങ്ങളൊന്ന് നോക്കും മക്കളെ. എന്തൊക്കെയാണ്? അസിസ്റ്റന്റ് മിനിസ്റ്റീരിയൽ പോസ്റ്റുകൾ, ഇനി CBI ഓഫീസർ, ഇൻകം ടാക്സ് ഓഫീസർ, പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസ്. കസ്റ്റംസിൽ കയറുന്നത് എങ്ങനെയാണ്? പല ആൾക്കാരും ചോദിച്ചു. ഇൻകം ടാക്സ് ഓഫീസർ ആവുന്നതാണ്. സെൻട്രൽ എക്സൈസിൽ എങ്ങനെയാണ് കയറുന്നത്? സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ CBI എങ്ങനെയാണ് കയറുന്നത്? പല ആൾക്കാരും ചോദിച്ചത്. എൻഫോഴ്സ്മെന്റ്, ED ഡയറക്ഷനിലൊക്കെ എങ്ങനെയാണ് കയറുന്നത്? അതുപോലെ ജൂനിയർ അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് എങ്ങനെയാണ് ജോലി കിട്ടുന്നതെന്ന് കുറേ ആൾക്കാരുടെ സംശയം. കസ്റ്റംസിൽ എങ്ങനെയാണ് കയറുന്നത്? ഒരു CBI ഓഫീസർ എങ്ങനെയാവുന്നത്? ഒരു NIA ഓഫീസർ എങ്ങനെയാവുന്നത്? ഒരു ED ഓഫീസർ എങ്ങനെയാവുന്നത്? അല്ലെങ്കിൽ പോസ്റ്റൽ ഓഫീസറുകൾ എങ്ങനെയാവുന്നത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം മക്കളെ. CGL, SSCയുടെ CGL എന്ന് പറയുന്ന പരീക്ഷ, SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്, ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ആളുകളിലേക്ക് എത്തിക്കുക, ആളുകൾ മനസ്സിലാക്കട്ടെ. കേരളത്തിലെ ആളുകൾ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കട്ടെ. പലപ്പോഴും നോർത്ത് ഇന്ത്യൻ സൈഡിലെ ആളുകളാണ് ഈ പോസ്റ്റുകളെല്ലാം ക്യാച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്. കൂടുതലും കേരളത്തിൽ തന്നെ ജോലി കിട്ടും നിങ്ങൾക്ക്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകളുണ്ട്. അവിടെ എല്ലാം കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിലെ ആളുകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് എല്ലാവരും PSCയുടെ പുറകെ വെക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാധ്യത മനസ്സിലാക്കി പഠിക്കാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ഞാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഏജ് പലപ്പോഴും ശ്രദ്ധിച്ചോണം. പലതിൻ്റെയും 18 to 27, 18 to 30, അങ്ങനെ 30 വയസ്സ്. പലപ്പോഴും നമുക്കൊരു 30-31 വയസ്സ് വരെയാണ് ഇതിന്റെ മാക്സിമം ഏജ്. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നത് എടോ, നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ 25 മുതൽ 30 വയസ്സിൻ്റെ ഇടയ്ക്കാണ്. അല്ലെങ്കിൽ ഒരു 23 വയസ്സ് മുതൽ 30 വയസ്സിനൊക്കെ നമ്മുടെ വിവാഹം നടക്കുന്നതോ, നമ്മൾ ലൈഫിൽ സെറ്റിൽഡ് ആവുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം മാറ്റേണ്ടതോ ഒക്കെ ഈ ഒരു ഏജിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു ചെറിയ പ്രായത്തിൽ ജോലി കിട്ടണം. അല്ലാതെ PSCയുടെ ഏജ് 38 വയസ്സ് വരെ ഉണ്ട്. 38ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം? ചെറിയ നമ്മൾ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ഇത്തരം ജോലികളിൽ നല്ല സാലറീഡ് ആയിട്ട് കയറുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജോലികൾക്ക് അവർ ഓഫർ ചെയ്യുന്ന സാലറി വളരെ അട്രാക്റ്റീവ് സാലറിയാണ്. നല്ല ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് പരീക്ഷ കിട്ടും. എല്ലാ വർഷവും പരീക്ഷയുള്ളത് ഒരു വർഷം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഏജ് റിലാക്സേഷൻ പലരും ചോദിക്കുന്നതാണ്. OBCക്ക് 3 വർഷം, SC/ST 5 years, അതുപോലെ ബാക്കിയുള്ള കാറ്റഗറീസിന്റെ എല്ലാം ഞാൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഏജ് റിലാക്സേഷൻ ഈ കാറ്റഗറി ആളുകൾക്ക് കുറച്ച് സമയവും കൂടെ എഴുതാനുള്ള 30 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സിലബസ് വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. പലരും ചോദിക്കും, സാർ എന്താണ് ഈ എക്സാമുകൾക്ക് പഠിക്കേണ്ടത്? മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് റീസണിങ്,
25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. പറഞ്ഞ് മനസ്സിലായോ? അതുപോലെ ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, അതാണ് GA ജനറൽ അവയർനെസ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് QA 25 ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ്. മക്കളെ, ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസിന് 200 മാർക്ക്. ഈ ഒരു ടോപ്പിക്ക് തന്നെയാണ് എല്ലാ SSC പരീക്ഷയ്ക്കും പഠിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലാവും. അത് CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും പഠിക്കേണ്ട മാർക്കിന്റെ ഡിവിഷൻസ് വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും എന്താണ് പഠിക്കേണ്ട സിലബസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് നമ്മൾ എന്ത് പഠിക്കണം? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, GK പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഏത് പരീക്ഷയാണെങ്കിൽ SSC പരീക്ഷയാണെങ്കിൽ ഇത് നമുക്ക് സൈഡായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ആഫ്റ്റർ ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ നിങ്ങൾ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഒന്ന് ടൈം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിൽ എത്താൻ സാധിക്കും. ഇനി നിങ്ങൾ RRBയുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കേ. RRBയുടെ സിലബസ് സിമിലർ ടു SSC സിലബസ് തന്നെയാണ്. ഇവിടെ എന്തില്ല? മാത്സ് ഉണ്ട് 30 ക്വസ്റ്റ്യൻസ് കണ്ട, റീസണിങ് ഉണ്ട് 30 ക്വസ്റ്റ്യൻസ് കണ്ടോ, GK എല്ലാം കൂടെ ചേർത്ത് 40 ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ജനറൽ സയൻസും ഉണ്ടാവും, GKയും ജനറൽ സയൻസും. ഇവിടെ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് സയൻസിന് കുറച്ചുകൂടെ വെയിറ്റേജ് തന്നിട്ടാണ് എന്തിരിക്കുന്നത്? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇരിക്കുന്നത്. അപ്പോൾ SSCയും റെയിൽവേയും നമുക്ക് ഒരേ പാറ്റേണിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന 2 പരീക്ഷകളാണ്. ഇവിടെ നമുക്കൊരു 33 വയസ്സ് വരെ കിട്ടുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയാണ് റെയിൽവേക്കുള്ളത്. പഠിക്കേണ്ടത് വേറെ ഒന്നുമല്ല, കൃത്യമായി ഈ രീതിയിൽ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. ജൂൺ 14 എന്ന് പറയുന്ന ഡേറ്റ്, ജൂൺ 14 എന്ന് പറയുന്ന ഡേറ്റ് കൊട്ടാരക്കര ട്രിവാൻഡ്രം അക്കാഡമികൾ, ദിശയുടെ കൊട്ടാരക്കര ട്രിവാൻഡ്രം അക്കാഡമികളിൽ വീക്കെൻഡ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീക്കാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആണ്. ദെൻ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ കൊല്ലം, ട്രിവാൻഡ്രം, അതുപോലെ കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ ബ്രാഞ്ചുകളിലെല്ലാം ജൂലൈ ഫസ്റ്റ് വീക്ക് മുതൽ വീക്കെൻഡ് ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കണം. ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി. കേരളത്തിൽ SSC എക്സാംസിനെ കുറിച്ച് ഇത്രയേറെ ആളുകളിലേക്ക് അവയർനെസ് കൊടുത്ത ഒരു ചാനലും ഉണ്ടാവില്ല. നിങ്ങൾ കയറി നോക്കൂ. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ യൂട്യൂബ് ചാനൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ ദിശയുടെ ചാനൽ ഏകദേശം 3000-ഓളം വീഡിയോസ് ഉണ്ട്. സോ വളരെ മുന്നേ SSC എക്സാമുകളെ കുറിച്ച്, റെയിൽവേ എക്സാംസിനെ കുറിച്ച് കേരളത്തിലെ ആളുകളിലേക്ക് എത്തിച്ച ഒരു ചാനലാണ് ദിശ അക്കാഡമി എന്ന് പറഞ്ഞ്. അതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ദിശയുടെ 5ഓളം ബ്രാഞ്ചുകൾ, ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് തരും. അപ്പോൾ ഈ നമ്പറുകളിൽ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി വിളിച്ച് സംസാരിക്കാം. കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മറ്റു നാടുകളിലോട്ട് ജർമ്മൻ പഠിച്ച്, കാനഡ പഠിച്ച്, IELTS പഠിച്ച് പോകാൻ കഷ്ടപ്പെടുന്ന ആളുകൾ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവുക. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഒരു മിഷനാണ് കൂടുതൽ ആളുകളിലേക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് SSC റെയിൽവേ എക്സാമുകളുടെ സാധ്യത എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിനെ മാക്സിമം ട്രൈ ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.